ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ആരംഭിക്കുന്നത് തന്നെ അബ്രഹാത്തിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രൻ യേശുക്രിസ്തുവിന്റെ വംശാവലി ഗ്രന്ഥമെന്ന് പറഞ്ഞാണ്. പോരാത്തതിന് എത്രയോ മനുഷ്യർ ഈശോയെ ദാവീദിന്റെ പുത്ര എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്യുന്നത് നാം സുവിശേഷങ്ങളിൽ വായിക്കുന്നു. 2 അന്ധന്മാർ ഈശോയെ ദാവീദിന്റെ പുത്ര എന്ന് വിളിച്ച് സൗഖ്യത്തിന് അപേക്ഷിക്കുന്നുണ്ട്. വിജാതിയായ കാനാൻകാരി സ്ത്രീ വന്ന് കരഞ്ഞപേക്ഷിക്കുന്നത്, കർത്താവേ, ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ എന്നാണ്. ജെറീക്കോയിലുള്ള അന്ധയാചകൻ ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞപ്പോഴാണ് ഈശോ അത് കേട്ട് അവനെ സുഖപ്പെടുത്തിയെത്തുന്നത്. ഈശോയുടെ ജെറുസലേം പ്രവേശനത്തിലും ദാവീദിന്റെ പുത്രന് ഹോസാന എന്ന് ആർത്ത് വിളിച്ചാണ് ജനങ്ങൾ ഈശോയുടെ കൂടെ കൂടുന്നത്. അപ്പോഴൊന്നും ഈ സംബോധനയെ എതിർക്കാത്ത ഈശോ ഇവിടെ നിയമജ്ഞരുടെ വചനത്തിലും അതിൻ്റെ വ്യാഖ്യാനത്തിലുമുള്ള അറിവിനെയാണ് ചോദ്യം ചെയ്യുന്നത്. ദാവീദിന്റെ സന്തതി പരമ്പരയിൽ ജനിക്കാൻ പോകുന്നതാണ് വരാനിരിക്കുന്ന മിശിഹ എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് മിശിഹായുടെ മറ്റൊരു പേര് ദാവീദിന്റെ പുത്രൻ എന്ന് ബൈബിൾ പണ്ഡിതന്മാർ വ്യാഖ്യാനിക്കുന്നത്. കർത്താവ് എൻ്റെ കർത്താവിനോട് അരുൾ ചെയ്തു എന്നാണ് സങ്കീർത്തനം 110:1 ആരംഭിക്കുന്നത്. അതാണ് ഈശോ ഇന്ന് ഉദ്ധരിക്കുന്നത്. ബൈബിൾ പണ്ഡിതന്മാരുടെ ഭാഷയിൽ ഇത് ദൈവമാകുന്ന കർത്താവ് വരാൻ പോകുന്ന മിശിഹായ കർത്താവിനോട് അരുൾ ചെയ്തു എന്നാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. അതായത് വരാനിരിക്കുന്ന മിശിഹായെ കർത്താവ്, ദ ലോർഡ് എന്ന് വിളിക്കുന്നതിലൂടെ ദാവീദ് തന്നെ സമ്മതിക്കുകയാണ് മിശിഹ ദാവീദിനേക്കാളും വളരെ ഉപരിയാണെന്ന്. അത് നിയമജ്ഞർ മനസ്സിലാക്കിയില്ല. പ്രിയപ്പെട്ടവരെ, വചനം പഠിച്ചിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ 10 15 തവണ അതിലധികം തവണയും ബൈബിൾ വായിച്ചിട്ടുണ്ടെങ്കിലും വചനത്തിൽ അഗാധമായ പാണ്ഡിത്യമുണ്ടെങ്കിലും അതിൻ്റെ വ്യാഖ്യാനങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ദൈവത്തിൻ്റെ അനിതര സാധാരണമായ കൃപ വേണം. വിശുദ്ധ ഗ്രന്ഥം ഔദ്യോഗികമായി പഠിക്കാത്ത ലിസുവിലെ കൊച്ചു ത്രേസ്യ ചില വചനഭാഗങ്ങളെടുത്ത് അവൾ പോലും അറിയാതെ വ്യാഖ്യാനിച്ചിരിക്കുന്നത് ബൈബിൾ പണ്ഡിതന്മാരുടെ ഭാഷയിൽ ദ പെർഫെക്റ്റ് എക്സജസിസ് നടത്തിവെച്ചിരിക്കുന്നത് അത്ഭുതകരമാണ്. പൂർണ്ണമായ ബൈബിൾ സ്ത്രീകൾക്ക് വായിക്കാൻ കിട്ടാത്ത കാലത്ത് ആവിലായിലെ അമ്മ ത്രേസ്യ ദൈവത്തോട് ഇപ്രകാരം പറഞ്ഞു, ഈശോയെ, അങ്ങ് തന്നെ എനിക്ക് വചനം പറഞ്ഞതെന്ന് പഠിപ്പിക്കണമേ. പ്രിയപ്പെട്ടവരെ, വചനത്തിൻ്റെ ആഴമറിയുവാനും വ്യാഖ്യാനിക്കുവാനും തക്കവിധം എനിക്ക് അതിതീവ്രമായ ആഗ്രഹം നൽകണമെന്നും എൻ്റെ ഹൃദയത്തെ അതിനായി തുറക്കണമേ എന്നും നമുക്ക് പ്രാർത്ഥിക്കാം.